In this class, we are going to learn about the types of individual differences. First one is physical differences. That is, people might be tall, short, or might be fair, might be dark. അവരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സിന് വ്യത്യാസം കാണും. ചിലർക്ക് ഫിസിക്കലി അവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ചിലർ വീക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഹെൽത്ത് കണ്ടീഷൻസ് മാറും. അവരുടെ ബോഡി വെയ്റ്റ് അല്ലെങ്കിൽ ബോഡി സ്ട്രക്ചർ, ബോഡി ഷേപ്പ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് ഓൾ ദീസ് കോസസ് വേരിയസ് ടൈപ്സ് ഓഫ് individual differences regarding the physical characteristics of a person. Next is differences in intelligence. There are people who have very high IQ, that is above 120, and there will be also people having IQ below 50, അതുപോലെ below 20 IQ ഉള്ള കുട്ടികളും ഉണ്ടായിരിക്കും. So difference in IQ occurs. Also, individuals differ in the attitudes, and this may be attitude towards people, attitude towards objects, institutions, towards social customs. ഇങ്ങനെ പല രീതിയിൽ പല കാര്യങ്ങളോടുള്ള നമ്മുടെ മനോഭാവം വ്യത്യസ്തമായിരിക്കും. നെക്സ്റ്റ് ഇസ് ഡിഫറൻസ് ഇൻ അച്ചീവ്മെൻറ്റ്. ബേസ്ഡ് ഓൺ ദി ഇൻ്റലിജൻസ് ആൻഡ് ഇൻട്രസ്റ്റ് ആൻഡ് കപ്പാസിറ്റീസ് ഓഫ് ദി ഇൻഡിവിജ്വൽ, ദിയർ അച്ചീവ്മെൻറ്റ് ഇൻ വേരിയസ് ഫീൽഡ് വിൽ ബി ഡിഫറെൻറ്റ്. ഒരു ഇൻഡിവിജ്വൽ തന്നെ പല സബ്ജക്ട്സിൽ പല രീതിയിലായിരിക്കും അച്ചീവ് ചെയ്യുന്നത്. അപ്പം ആ വ്യക്തിയിൽ തന്നെ ആ ഒരു ഡിഫറൻസ് ഓഫ് അച്ചീവ്മെൻ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ദാറ്റ് പേഴ്സൺ മേ ഡിഫർ ഇൻ ഹിസ് അച്ചീവ്മെൻറ്റ് ഫ്രം അനദർ പേഴ്സൺ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റും അവരുടെ എക്സ്പീരിയൻസും എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ നെക്സ്റ്റ് ഇസ് ഡിഫറൻസസ് ഇൻ മോട്ടോർ എബിലിറ്റി. ദാറ്റ് ഈസ് the ability to do mechanical task അല്ലെങ്കിൽ പെർഫോം വേരിയസ് തിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും. അത് നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ ഈച്ച് പേഴ്സൺ വിൽ ഹാവ് ഡിഫറെൻറ്റ് മോട്ടോർ എബിലിറ്റി. സിമിലർലി ടെമ്പർമെൻറ്റ് ആൻഡ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. നമ്മൾ ചില ആളുകൾ ഭയങ്കര ഹോട്ട് ടെമ്പേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും. ആൻഡ് ദേ might get angry very soon, while some will be more humorous. തമാശ പറയുന്ന ആളുകളായിരിക്കും. ചിലർ കുറച്ച് പാസീവ് ആയിരിക്കും, ചിലർ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന പേഴ്സൺസാണ്. ചിലർ സ്ലോ ആയിരിക്കും. ഓൾ ദിസ് ആർ എഫക്റ്റഡ് ബൈ വേരിയസ് ഫാക്ടേഴ്സ്. അവരുടെ ഫിസിക്കൽ, മെൻ്റൽ അല്ലെങ്കിൽ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് അതിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഇതെല്ലാം ഇമോഷണൽ ആയിട്ടുള്ള നമ്മുടെ സ്റ്റെബിലിറ്റി എഫക്റ്റ് ചെയ്യും. സോ ഈച്ച് പേഴ്സൺ വിൽ ബി ഡിഫറെൻറ്റ് ഇൻ ദിയർ ടെമ്പർമെൻറ്റ് ആൻഡ് emotional stability. Then differences on account of gender. Already പറഞ്ഞു, differences gender wise വരാറുണ്ട്. And usually studies show that women have greater skill in memory while men have motor ability. അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് എടുക്കുമ്പോൾ യൂഷ്വലി women are more superior than men, and men excel usually in mathematics, logics. അങ്ങനെ ഡിഫറൻസ് ഇൻ ജെൻഡർ ഒക്കെ ചെയ്യാറുണ്ട്. നമ്മളൊരു മിറർ ഡ്രോയിങ് എക്സ്പെരിമെൻറ്റ് നടത്തുവാണെങ്കിൽ വിമൻ ടെൻഡ് ടു പെർഫോം ബെറ്റർ ദാൻ മെൻ എന്നുള്ളതാണ്. ആൻഡ് മെൻ ആർ കൺസിഡർഡ് സുപ്പീരിയർ ഇൻ സർട്ടൻ സബ്ജക്ട്സ് ലൈക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ, while women are considered inferior. But today all that concept has mostly changed, and ആ ഒരു ഡിഫറൻസ് വളരെ കുറവാണ്. പക്ഷെ എന്നാലും നമ്മുടെ ടേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് ഒക്കെ ഡിഫർ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് റേഷ്യൽ ഡിഫറൻസസ് ഓൾറെഡി പറഞ്ഞതായിരുന്നു. ഡിഫറെൻറ്റ് കൺട്രീസ് ഡിഫറൻസസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ റേഷ്യൽ ആയിട്ടുള്ള ഡിഫറൻസ്, നമ്മുടെ ഏത് വംശത്തിൽപ്പെട്ടാണെന്നുള്ള അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ ബോഡി സ്ട്രക്ചറിലും നമ്മുടെ ആറ്റിറ്റ്യൂഡിലും നമ്മുടെ ടെമ്പർമെൻറ്റിലും നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിയൊക്കെ അത് എഫക്റ്റ് ചെയ്യാറുണ്ട്. So differences due to nationality occurs, differences due to economic status. We know that children who are from economically backward societies will have a different interest, അല്ലെങ്കിൽ different character or different tendencies in various things. അത് തന്നെ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസിൻ്റെ ഒരു ടൈപ്പായിട്ട് മാറും. ഇക്കണോമിക് സ്റ്റേറ്റസ് ഡിഫറൻസസ് കോസ് ചെയ്യും. ആൻഡ് ദാറ്റ് ബ്രിങ്സ് അബൌട്ട് ഡിഫറൻസസ് ഇൻ ഇൻട്രസ്റ്റ് ബേസ്ഡ് ഓൺ യുവർ ജെൻഡർ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റേസ്, നാഷണാലിറ്റി, ഇതിനൊക്കെ ബേസ് ചെയ്ത് തന്നെ നമുക്ക് ഡിഫറൻസ് ഓഫ് ഇൻട്രസ്റ്റ് വരാം, ഇമോഷണൽ ഡിഫറൻസസ് വരാം, പേഴ്സണാലിറ്റി ഡിഫറൻസസ് വരാം. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻട്രസ്റ്റ് ക്യാൻ ഒക്കർ, ആൻഡ് ദാറ്റ് മേ റിസൾട്ട് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. നെക്സ്റ്റ് ഇസ് ദ റോൾ ഓഫ് individual differences in education. നമ്മൾ
എഡ്യൂക്കേഷനിൽ കൺസിഡർ ചെയ്യുമ്പം it is very important to give factor of individual differences enough weightage. That is, a teacher should consider the individual differences of students, their difference in goals, interest, emotional stability, abilities of the students. All this should be considered by a teacher while imparting education to a class. The whole class will contain 50 to 60 students, each of which will be individually different. So a teacher has to be more adaptable to the different interest or needs of the different students. അപ്പം അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി ഒരു ടീച്ചറിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇൻഡിവിജ്വൽ ഡിഫറൻസ് കൺസിഡർ ചെയ്ത് നമുക്ക് അഡാപ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. This individualization of instruction will not be possible in a very large class. So the limited size of the class is very important. Class strength കുറഞ്ഞാൽ മാത്രമേ ടീച്ചറിന് കുറേ കൂടി ഇൻഡിവിജ്വൽ ആയിട്ട് സ്റ്റുഡൻസിനെ അറ്റൻഡ് ചെയ്യാനും അവർക്ക് അതിനനുസരിച്ച് അവരുടെ വർക്ക് ഡിവൈഡ് ചെയ്യാനും വർക്ക് ഇവാലുവേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുകയുള്ളൂ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു റെഡ്യൂസ് ദ ക്ലാസ് സൈസ്. പ്രോപ്പർ ഡിവിഷൻ ഓഫ് ദ ക്ലാസ്. അപ്പം now there are separate classes for students who have different intelligence. അപ്പം ചില കേസസിൽ നമുക്ക് ഇൻഡിവിജ്വലൈസേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ പോസിബിൾ അല്ലാത്ത സിറ്റുവേഷനിൽ അവരെ ഒരു എബിലിറ്റി വൈസ് ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടെ അവരുടെ ആ ഒരു ഇൻഡിവിജ്വൽസ് ഡിഫറൻസ് കൺസിഡർ ചെയ്തിട്ട് ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് അവരുടെ ഇൻട്രസ്റ്റും ഏജും അല്ലെങ്കിൽ ക്വാളിറ്റീസ് അനുസരിച്ചൊക്കെ നമുക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. Then you should also keep in mind the individual differences while providing home task അല്ലെങ്കിൽ ഹോം വർക്ക് സ്റ്റുഡൻസിന് അസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫാക്ടറൂടെ കൺസിഡർ ചെയ്യണം. ഓൾസോ കൺസിഡർ ദ ഫാക്ടർ ഓഫ് ജെൻഡർ അല്ലെങ്കിൽ സെക്സ് വൈൽ ഗിവിങ് വർക്ക് ഫോർ ദ സ്റ്റുഡൻസ്, ബിക്കോസ് ഗേൾസ് ആൻഡ് ബോയ്സ് പ്ലേ ഡിഫറെൻ്റ്ലി ആൻഡ് ദേ ഹാവ് ഡിഫറെൻറ്റ് റോൾസ് ഇൻ ദ സൊസൈറ്റി. Next, when we consider the curriculum, it is also important to suit to the needs of the students. Curriculum നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഈ വൈഡ് വെറൈറ്റി ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസാണ് ക്ലാസ്സിലിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാവർക്കും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള കരിക്കുലം ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, യു ക്യാൻ അഡോപ്റ്റ് വേരിയസ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് വിച്ച് കൺസിഡേഴ്സ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് and needs of the students, like drama, music, literary activities, competitions, project works, playway method, Montessori method, storytelling method, discovery method. ഇങ്ങനെ പല മെത്തേഡ്സ് ഒക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്ത് വേരിയസ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിലൂടെ നമുക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കേറ്റർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ഇൻഡിവിജ്വലൈസേഷൻ ഓഫ് ഇൻസ്ട്രക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ മെത്തഡോളജി ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും. ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഡിവൈസ്ഡ് ബൈ വേരിയസ് പേഴ്സൺസ് ടു പ്രൊമോട്ട് ഇൻഡിവിജ്വലൈസേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ. അതിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചിട്ടുള്ളൊരു ഇതാണ് ഡാൽട്ടൺ പ്ലാൻ, വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മിസ് ഹെലൻ പാർക്കസ്റ്റ് അറ്റ് ഡാൽട്ടൺ. അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് ടീച്ചേഴ്സ് കുറവായതുകൊണ്ട് തന്നെ അവർക്ക് ആ ഹോൾ ഗ്രൂപ്പിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് അവർ ഡിവൈസ് ചെയ്തൊരു മെത്തേഡായിരുന്നു. ദേ വർ നോട്ട് ടോട്ട് ഇൻ ക്ലാസ്, ബട്ട് ദേ വർ ഗിവൺ ഇൻഡിവിജ്വൽ അസൈൻമെൻറ്റ്സ്, അല്ലെങ്കിൽ അവർക്ക് വർക്ക് അവരുടെ ഹോൾ വർക്കിനെ ഡിവൈഡ് ചെയ്ത് സ്റ്റുഡൻസിനെ അലോട്ട് ചെയ്ത് അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ച് അത് കംപ്ലീറ്റ് ചെയ്ത് ഇൻസ്ട്രക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സായിരുന്നു. സിമിലർലി അതർ methods were developed by various persons like Morrison Plan. Also, while giving educational guidance, vocational guidance and individual training for students, it is very important to consider the differences among the students. അപ്പോൾ എഡ്യൂക്കേഷൻ ഗൈഡൻസ് ആയാലും വൊക്കേഷണൽ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്തും എല്ലാം കരിയർ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ ഹയർ എഡ്യൂക്കേഷൻ ഏത് സ്ട്രീമാണെന്നൊക്കെ സെലക്ട് ചെയ്യുന്ന അവരുടെ ഹോബീസ്, അവരുടെ കരിക്കുലർ ആക്ടിവിറ്റീസ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇതൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്തും എല്ലാം ടീച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡൻസ് അവരുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ നീഡ്സ് അനുസരിച്ചായിരിക്കണം. സോ ഇൻഡിവിജ്വൽ differences should be considered while providing educational vocational guidance, and there is individual training for students. So നമ്മൾ ഇവിടെ ഇന്ന് പഠിച്ചത് the different types of individual differences ആയിരുന്നു. and educational കോണ്ടെക്സ്റ്റിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസിന് എന്ത് ഇമ്പോർട്ടൻസ് ആണുള്ളത് അതിനെ കേറ്റർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എങ്ങനെ എഡ്യൂക്കേഷൻ്റെ പല ആസ്പെക്ട്സ് കൺസിഡർ ചെയ്യണമെന്നാണ് നമ്മളിവിടെ പഠിച്ചത്. സോ താങ്ക് യു.